നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ്. ഒരു വർഷത്തിനു ശേഷം യുവതി അറസ്റ്റിൽ. ഐരക്കുഴി കൊച്ചുതോട്ടം മുക്ക് സ്വദേശിനി അർച്ചനയാണ് അറസ്റ്റിലായത്. സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ഇവർ പണം നൽകാതെ മുങ്ങിയെന്നും പരാതി. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ മാസം 18-ന് ഔദ്യോഗിക പ്രഖ്യാപനം. മലയോര മേഖലയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി. പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലായിരുന്നു മാർച്ച്. 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനമായി 25 കോടി ആറ്റുകാലിലെ ഏജൻസി പാലക്കാട് ഓഫീസിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിന് കൊച്ചിയിലാണ് ടിക്കറ്റ് വിറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ചും സ്ഥാപനത്തിന്റെ പേരിൽ സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങുകയും ചെയ്ത മുൻ ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്തു. കടയ്ക്കലിലാണ് സംഭവം. ഐരക്കുഴി കൊച്ചുതോട്ടമുക്ക് സ്വദേശിനി അർച്ചനയാണ് ഒരു വർഷത്തിനു ശേഷം പിടിയിലായത്. കടയ്ക്കൽ ഐരക്കുഴി കൊച്ചുതോട്ടമുക്ക് താഴേത്തോട്ടം വീട്ടിൽ 44-കാരിയായ അർച്ചനയാണ് ഒരു വർഷത്തിനു ശേഷം പിടിയിലായത്. 2023-24 കാലത്താണ് കടയ്ക്കലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അർച്ചന ജോലിക്ക് നിന്നത്. ഈ കാലയളവിൽ പലപ്പോഴായാണ് സ്ഥാപനത്തിൽ നിന്ന് 7.5 പവനോളം മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തത്. വ്യാജ മേൽവിലാസവും ഫോൺ നമ്പരും ഉപയോഗിച്ചായിരുന്നു അർച്ചന പണയം വെച്ചത്. 2.5 ഗ്രാമിൽ കൂടുതൽ സ്വർണം പണയമായി വന്നാൽ അത് പരിശോധന നടത്തി ബാങ്ക് ലോക്കറിലേക്ക് മാറ്റണം. ഇത് മനസ്സിലാക്കിയ അർച്ചന 2.5 ഗ്രാമിൽ കുറവുള്ള മുക്കുപണ്ടം 34 തവണയായാണ് പണയം വെച്ചിരുന്നത്. ഉച്ച സമയങ്ങളിൽ സ്ഥാപന ഉടമ ഗീതാ വിദ്യാധരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് മുക്കുപണ്ടം പണയം വെച്ച് പണം എടുത്തിരുന്നത്. ഈ അർച്ചന എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്ഥാപനത്തിൽ തുടക്കം മുതലേ ഉള്ളതാണ്. ഞാനും എൻ്റെ സഹോദരിയും ചേർന്ന ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അർച്ചന ഉണ്ട്. അർച്ചന വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നിരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അർച്ചനെ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണമെന്നുള്ളൊരു വിശ്വാസ്യത, അതാണ് നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത്. ആ വിശ്വാസമാണ് നമ്മളെ നഷ്ടപ്പെടുത്തിയത്. ഏകദേശം 34 മുക്കുപണ്ടം പല അഡ്രസ്സുകളിൽ വെച്ച് നമ്മൾ ചീറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടമുണ്ടാക്കി. അത് ഇത് മാത്രമല്ല, പല രീതിയിലും സാമ്പത്തിക നഷ്ടങ്ങളും പലതും ഉണ്ടാക്കുകയുണ്ടായി. ഇത് അവസാനം നമുക്ക് ഇവരുടെ പ്രവൃത്തികളിൽ സംശയങ്ങൾ തോന്നിയപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ നിന്ന് മുങ്ങുകയും അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ള വീട്ടഡ്രസ് ചെന്നൈയിൽ ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് മുങ്ങിയ ആളിനെ അവർ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അന്ന് പോയിട്ട് ഈ കേസ് കൊടുക്കുന്ന സമയം അത് കഴിഞ്ഞ് കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഈ കേസ് കൊടുത്ത സമയത്ത് ഇവിടെ നിന്ന് മുങ്ങുകയും കുറേ നാളായിട്ട് കാണാതെ ആവുകയും കടയ്ക്കൽ CI SIയുടെയും മറ്റ് നേതൃത്വത്തിൽ ഇതിൽ വളരെ സന്തോഷകരമായ അന്വേഷണം നടത്തി പിടിച്ചുകൊണ്ട് വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. സ്ഥാപന ഉടമയ്ക്ക് പണയമിരിക്കുന്ന ആഭരണങ്ങളിൽ സംശയമുള്ളതായി മനസ്സിലാക്കിയ അർച്ചന പിന്നീട് മുങ്ങുകയായിരുന്നു. ഇതേസമയം സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും പണം നൽകാതിരിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. ഒരു വർഷമായി ഒളിവിലായിരുന്ന അർച്ചനയെ തിരുവനന്തപുരത്ത് ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആയുധങ്ങളുമായി ബോട്ട് എത്തുന്നെന്ന വ്യാജ പ്രചരണത്തെ തുടർന്ന് പിടികൂടിയ ബോട്ടുകൾ വിട്ടയച്ചു. ആയുധങ്ങൾ കടത്തുന്നു, ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു എന്നിങ്ങനെയുള്ള വ്യാജ പ്രചരണത്തെ തുടർന്നാണ് ബോട്ടുകൾ പിടികൂടിയത്. കൊല്ലം ശക്തികുളങ്ങരയിലും ബോട്ട് പിടികൂടിയിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ പ്രചാരണം വ്യാജമാണെന്ന് തിരിച്ചറിയുകയും ബോട്ടുകൾ വിട്ടു നൽകുകയുമായിരുന്നു. കാർത്തിക എന്ന ബോട്ടിൽ ആയുധങ്ങളുമായി ഒരു സംഘം എത്തുന്നു, ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു തുടങ്ങിയ വ്യാജ പ്രചാരണങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങരയിൽ നിന്നുൾപ്പെടെ ബോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തത്. മത്സ്യത്തൊഴിലാളികൾ ഇത് സംബന്ധിച്ച് ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധനയ്ക്കിറങ്ങി. കൊല്ലം ശക്തികുളങ്ങരയിൽ കാർത്തിക എന്ന് പറയുന്ന ബോട്ട് പിടികൂടി. 8 തമിഴ്നാട് സ്വദേശികളും 8 ഒഡീഷക്കാരും
ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. തമിഴ്നാട്ടുകാർ ശ്രീലങ്കക്കാരല്ലെന്ന് ഉറപ്പാക്കി സംശയങ്ങൾ ദൂരീകരിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് വള്ളങ്ങൾ വിട്ടയച്ചത്. ആലപ്പുഴ, അഴീക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലും കാർത്തിക എന്നു പേരുള്ള ബോട്ടുകൾ പോലീസ് പിടികൂടിയിരുന്നു. തമിഴ്നാട് തേങ്ങാപട്ടണത്തു നിന്ന് വാങ്ങിയ മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നയാൾ എറണാകുളം ഭാഗത്ത് ബോട്ടിന്റെ തകരാർ പരിഹരിക്കാൻ സഹായം തേടിയത് വ്യാജ പ്രചാരണങ്ങൾക്ക് മൂർച്ചയേറ്റി. ശക്തികുളങ്ങരയിൽ പിടികൂടിയ കാർത്തിക ബോട്ട് മുനമ്പത്തു നിന്ന് തെക്കുംഭാഗം സ്വദേശിയായ ചന്ദ്രു എന്നയാൾ വാങ്ങിയതാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ ലൈസൻസ് ഇവരുടെ പേരിലേക്ക് മാറിയിട്ടില്ല. ബോട്ടിന്റെ ലൈസൻസ് കാലാവധി 1 മാസം മുമ്പ് അവസാനിച്ചിരുന്നതാണെന്ന് ഫിഷറീസ് വകുപ്പും കണ്ടെത്തി. ലൈസൻസ് പുതുക്കാത്തതിനാൽ ബോട്ടുടമകളിൽ നിന്ന് പിഴ ഈടാക്കും. ആയുധക്കടത്ത്, ലഹരിക്കടത്ത് ഭീഷണികൾ മുൻനിർത്തി കൊല്ലം സിറ്റി പോലീസ് ബോട്ടുടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബോട്ടുകളിലെ തൊഴിലാളികൾ എവിടെ നിന്നുള്ളവരാണ്, ഇവരുടെ പശ്ചാത്തലം എന്നിവ സംബന്ധിച്ച് പോലീസിനും ഫിഷറീസിനും വ്യക്തതയില്ല. ഈ സാഹചര്യം മുൻനിർത്തിയാണ് യോഗം ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണക്കെട്ടുത്സവം വർണ്ണാഭമായി. ചെഞ്ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങിയ നന്ദികേശന്മാർ പടനിലത്ത് കാഴ്ചയുടെ വിസ്മയം തീർത്തതോടെ കരവിരുതിന്റെ വർണ്ണോത്സവം ഓണാട്ടുകരയുടെ കരുത്തിന്റെ കൂടി അടയാളപ്പെടുത്തലായി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകൾ കുടമണി കിലുക്കി പടനിലത്ത് പുതുചരിതം രചിച്ചു. ഞായറാഴ്ച കൂടി കെട്ടുകാളകൾ പടനിലത്ത് ദർശനത്തിനായി ഉണ്ടാകും. ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകളാണ് കുടമണി കിലുക്കി പടനിലത്ത് എത്തിയത്. കറ്റാനം കരിയുടെ കെട്ടുകാളയായിരുന്നു പടനിലത്ത് ആദ്യം എത്തിയത്. തുടർന്ന് ചെറുതും വലുതുമായ കെട്ടുകാളകൾ പടനിലത്തേക്ക് എത്തിത്തുടങ്ങി. രാത്രി 8 മണിയോടെയാണ് ഏറ്റവും വലിയ കെട്ടുകാളിയായ ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ പടനിലത്തെത്തിയത്. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലത്തിലും നിർമ്മിച്ച ചെറുകാളകളും ഇക്കുറി എത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് കെട്ടുകാഴ്ചകൾ പടനിലത്തേക്ക് പൂർണ്ണമായും കയറിയത്. ചെറിയ കെട്ടുകാളകൾ കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ, എട്ടുകണ്ടം, തകിടിക്കണ്ടം, ഓങ്കാരസത്രത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ വലം വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. വലിയ കെട്ടുകാളകൾ അന്നദാന മന്ദിരത്തിന് മുന്നിലും പരബ്രഹ്മ ഓഡിറ്റോറിയത്തിന്റെ വശങ്ങളിലുമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അണിനിരന്നു. സ്ത്രീകളും കുട്ടികളും ഒരുക്കിയ കെട്ടുകാളകളുടെ എണ്ണവും ഇക്കുറി ഉയർന്നിരുന്നു. വലിയ ക്രെയിനിന്റെ സഹായത്തോടെയാണ് മിക്ക കെട്ടുകാളുകളെയും എഴുന്നള്ളിച്ചത്. ഓച്ചിറ 28ാം ഓണം ദർശിക്കാനായി ലക്ഷങ്ങളാണ് പടനിലത്തേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കെട്ടുകാഴ്ചകൾ ഞായറാഴ്ച കൂടി ദർശനത്തിനായി പടനിലത്തുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കല്ലട ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ്. ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇത്തവണ മത്സര രംഗത്തില്ലാതിരുന്ന കല്ലട ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ 3 തെക്കൻ 1ാം സ്ഥാനവും 2ാം സ്ഥാനം മാമൂടനും നേടി. ജലോത്സവ പ്രേമികളുടെ മനം നിറച്ച കല്ലട ജലോത്സവം. ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി 1ാം സ്ഥാനം നേടി. ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ 2ാം സ്ഥാനത്തെത്തി. മത്സരരംഗത്തില്ലായിരുന്ന കല്ലട ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ 3 തെക്കൻ 1ാം സ്ഥാനവും 2ാം സ്ഥാനം മാമൂടനും നേടി. 2ാം ഗ്രേഡ് വിഭാഗത്തിൽ മഞ്ഞണത്തമ്മയും 2ാം സ്ഥാനം ശരവണനും കരസ്ഥമാക്കി. അലങ്കാര വള്ളത്തിനുള്ള ട്രോഫി കല്ലട ചുണ്ടന് ലഭിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എം പി ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്ന ജലോത്സവം ഈ നാടിൻ വികാരമാണ്. ഈ നാടിൻ ₹1,00,000 ട്രോഫിയുമായിരുന്നു അവാർഡ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനാണ് തുടക്കമായത്.
വിളംബര ഘോഷയാത്രയോടെയാണ് കേരളോത്സവം ആരംഭിച്ചത്. ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്നുമായാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വോളണ്ടിയർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വൈസ് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. അതിലുപരി സൂചിപ്പിക്കാതെ ചേരുവോത്സവത്തിന്റെ തറക്കല്ലിൽ ബഹുമാനായ റിയാസ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതേപോലെ നൈപുണ്യ വികസനം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമ്മുടെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ്, അനിൽ തുമ്പോടൻ, അജയകുമാർ, നസീന ബീബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം മെമ്പർ നറുക്കെടുത്തു. TH 577825 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ 25 കോടി ലഭിച്ചത്. ആറ്റുകാലിലെ ഏജൻസി പാലക്കാട് ഓഫീസിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം. കൊച്ചിയിലാണ് ടിക്കറ്റ് വിറ്റത്. തിരുവോണം ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം TH 577825 എന്ന ടിക്കറ്റിന്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ TH 577825. TH 577825. മറ്റ് സീരീസുകളിലെ ഇതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി പാലക്കാട്ട് നിന്ന് വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം. ഭഗവതി ഏജൻസിയുടെ വൈറ്റിലയിലെ ബ്രാഞ്ചിൽ നിന്ന് നെട്ടൂർ സ്വദേശിയായ ലതീഷ് എന്ന ലോട്ടറി വിൽപ്പനക്കാരനെടുത്ത് വിറ്റ ടിക്കറ്റാണ് ഒന്നാം സമ്മാനം നേടിയത്. ഈ ടിക്കറ്റ് ആർക്കാണ് വിറ്റതെന്ന് ഓർമ്മയില്ലെന്ന് ലതീഷ് പറഞ്ഞു. 800 ടിക്കറ്റാണ് ലതീഷ് ഭഗവതി ഏജൻസിയിൽ നിന്ന് വാങ്ങിയത്. മുൻപ് ലതീഷ് വിറ്റ ഒരു ടിക്കറ്റിന് 1 കോടി രൂപ സമ്മാനം ലഭിച്ചിരുന്നു. ലോട്ടറി മൊത്തവിതരണക്കാരായ ഭഗവതി ഇത്തവണ 5.5 ലക്ഷം ടിക്കറ്റാണ് എടുത്തത്. വിവിധ ജില്ലകളിൽ ഇവർക്ക് ബ്രാഞ്ചുണ്ട്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകും. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക് ലഭിക്കും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്, 14.07 ലക്ഷം ടിക്കറ്റുകൾ. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായിരുന്ന തിരുവനന്തപുരത്തെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി വിൽപ്പനയിൽ തൃശൂർ രണ്ടാമതെത്തി. 9.37 ലക്ഷം ടിക്കറ്റുകളാണ് തൃശൂരിൽ വിറ്റത്. 8.75 ലക്ഷം ടിക്കറ്റുകൾ തിരുവനന്തപുരത്തും വിറ്റു. ന്യൂസ് ഡെസ്ക്. പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തിയത്. സംഭവത്തിൽ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡിപ്പോയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായുള്ള കയ്യാങ്കളി സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമായി ഡിപ്പോയിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായാണ് വെള്ളിയാഴ്ച വൈകിട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ M. സാജു ഖാൻ ഡിപ്പോയിൽ ബസ്സുകളുടെ ഫിറ്റ്നസും പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ടും വീഡിയോ ചിത്രീകരിച്ചത് ATOയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ചോദ്യം ചെയ്തു. സാജു ഖാനെ മർദ്ദിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുയർന്നു. ഇതിനിടെ ഡിപ്പോയിലെത്തിയ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസുകാരുമായുള്ള വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സംഘർഷം പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചു. പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ ATO ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഡിപ്പോയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡിപ്പോയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് ഡിപ്പോയിലേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളുമായ സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് CR സൂര്യനാഥ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ, MJ യദുകൃഷ്ണൻ, ഷക്കീം എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയ നേതാക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യമായി പ്രവർത്തകരും എത്തിയതോടെ പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ബലപ്രയോഗം നടത്തി. പ്രവർത്തകരുമായി പോലീസ് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിന് പിന്നാലെ മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുന്നിക്കോട് പത്തനാപുരം റോഡ് ഉപരോധിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം KPCC അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസുകാരോട് ഗുണ്ടായിസം കാട്ടിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ബാബു മാത്യു, പള്ളിത്തോപ്പിൽ ഷിബു, സുധീർ മലയിൽ, TM ബിജു, MJ യദുകൃഷ്ണൻ, ഷെയ്ഖ് ഫരീദ്, ഹുനൈസ് PMB സാഹിബ്, ബിജു വാഴയിൽ, ഷാജഹാൻ മാങ്കോട്, U നൌഷാദ്, JL നസീർ, ഷക്കീം, അബി, ഷൈജു പുന്നല, സജിത്ത് തുളസി തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പോലീസ് അറസ്റ്റ് ചെയ്തവരെ കേസെടുത്ത് പിന്നീട് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ മാസം 18-ന് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇളമ്പള്ളൂരിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയോര മേഖലയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഓണക്കാലത്ത് ആരംഭിച്ച സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഈ മാസം 18-ന് ഔദ്യോഗികമായി തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ ആലിമൂട്ടിൽ പുതുതായി ആരംഭിച്ച സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുണ്ടറ മണ്ഡലത്തിലെ 13ാമത്തെയും ഇളമ്പള്ളൂരിലെ 2ാമത്തെയും മാവേലി സ്റ്റോറാണിത്. 1500 ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയോടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും സാന്നിധ്യമുള്ള പ്രസ്ഥാനമായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണ്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ കുറവുള്ള പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ വഴി വ്യാപകമായി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ വിപുലമായിട്ടുള്ള ശൃംഖലയായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ 12ാമത്തെ മാവേലി സ്റ്റോറാണ് ഈ ആലിമുട്ടിൽ ഞാൻ ഉദ്ഘാടനം. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. എത്രമാത്രം ആവശ്യമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ രാവിലെ ആയിട്ട് പോലും ഇത്രയധികം ജനങ്ങൾ മന്ത്രി പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലമായി ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെ എല്ലാം പിന്തുണയിലും ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലുമെല്ലാം ആദ്യ വിൽപ്പന മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ്, തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം NS പ്രസന്നകുമാർ, S ജയകുമാരി, C ശ്രീജ, അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ, ആമിന ഷെരീഫ്, ഷീലാകുമാരി, M സൈഫുദ്ദീൻ, K മിനി, ശ്രീജിത്ത്, ജലജ ഗോപൻ, ജലജകുമാരി, ബിനി തോമസ്, ജയമോൾ, GS ഗോപകുമാർ, CV മോഹനകുമാർ, SR സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പണിതീരാത്ത വീടുകളിലെ ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി തഴവ കടത്തൂർ സ്വദേശി രാജേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കടത്തൂർ സ്വദേശിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ മോഷണം പോയതിനെ തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. നിർമ്മാണം തീരാത്ത വീടുകളിൽ നിന്ന് ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന യുവാവാണ് പിടിയിലായത്. തഴവ കടത്തൂർ ഇട്ടിയാഞ്ചേരിൽ രാജേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കടത്തൂർ സ്വദേശിയുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ മോഷണം പോയതിനെ തുടർന്ന് നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. തഴവ കടത്തൂർ ഭാഗങ്ങളിൽ വീടുകളിൽ നിന്നും സമാന രീതിയിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നീണ്ടകരയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിമണൽ കടത്തുന്നതായി പരാതി.
താലൂക്ക് ആശുപത്രിയുടെ മുന്നിലുണ്ടായിരുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകളും കേബിളുകളും നശിപ്പിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകി. സംവിധാനം അവിടെ സൈൻ ബോർഡ് വെച്ച് കറക്റ്റ് ഫൗണ്ടേഷനിൽ നിന്ന് രോഗികൾ രാവിലെ വരുമ്പോൾ അവർക്ക് കയറാൻ പറ്റുന്നില്ല, ആംബുലൻസിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ടവരായ അറിയിച്ചിട്ടില്ല. ഈ മണ്ണ് എടുത്തിരിക്കുന്നതും റോഡിൻ്റെ പണിക്ക് വേണ്ടിയല്ല, അല്ലാതെ ഈ കരിമണൽ നല്ല കരിമണൽ കുഴിച്ചെടുത്തിട്ട് പോയിരിക്കുക. അപ്പം ഇവരിത് ഏക്കണ്ടായി, അവർ ഏക്കണം, ആരാ എടുത്തെന്നറിയണം, അല്ലെങ്കിൽ ക്യാമറ നോക്കി ആരാണ് എടുത്തെന്ന് നോക്കണം. നൂറുകണക്കിന് രോഗികൾ വന്നുപോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് യാതൊരു മുൻകരുതലും എടുക്കാതെ JCBയും ലോറിയും എത്തിച്ച് കരിമണൽ കടത്തുന്നത് എന്നാണ് പരാതി. കരിമണൽ കടത്തിയവർ ആശുപത്രിയിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന പൈപ്പ് ലൈനും കേബിളുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിൽ നടന്ന കരിമണൽ കടത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് ബന്ധമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വന്നു പോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഇന്നലെ ഏകദേശം അർദ്ധരാത്രി 12 മണിയോടുകൂടി ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ അതിൻ്റെ മറവിൽ ഒരു പറ്റം ആൾക്കാർ വന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. നീണ്ടകര പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ മറവിൽ വൻതോതിലുള്ള കരിമണൽ കടത്തും മറ്റ് റോഡ് നിർമ്മാണ സാമഗ്രികളുടെ കടത്തും വ്യാപകമായി നടന്നു വരികയാണ്. ഇന്നലെ രാത്രി ചെയ്തിട്ടുള്ളത് യാതൊരു മുൻകരുതലും എടുക്കാതെ, മറ്റൊരു വഴി പോലും ഒരുക്കാതെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഒരുക്കാതെ അവർ വലിയ വ്യാപകമായി കുത്തിക്കുഴിച്ചു കൊണ്ടുപോവുകയും ആശുപത്രിയിലേക്കുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള കേബിളുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നീണ്ടകര താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചവറ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകി നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതു മുതൽ വൻതോതിൽ കരിമണൽ കടത്തുകയാണെന്നും ഇതോടൊപ്പം ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ സൂപ്രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. സൂപ്രണ്ട് പെറ്റീഷൻ കൊടുക്കും, പോലീസ് എല്ലാം പെറ്റീഷൻ കൊടുക്കും. ഈ വിഷയം വരാൻ പറഞ്ഞല്ലോ, എൻ്റെ AGM വിളിച്ചു, എഞ്ചിനീയർ എന്താ പറഞ്ഞറിയോ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പോൾ ഞങ്ങളാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിക്കട്ടെ, ആരെ നോക്കട്ടെ, ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട്. ഇപ്പം ഇതിന് ഉത്തരവാദിത്തം ആരും വരും തരാട്ടില്ല. നിങ്ങളിപ്പോൾ ഇത് അറക്കൽ ചെയ്തപ്പോൾ നിങ്ങൾ ഇട്ട് റോഡാക്കാമെന്ന് പറയുന്നത് അന്നേരം ഈ ഇവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് നാളെ മനസ്സിലായി ആര് ചെയ്തു, അവർ ചെയ്യാണോ, നാട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാണോ, ഇത് അങ്ങനെ അറിയാൻ കഴിയും. ചവറ പോലീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. കായംകുളത്ത് മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യവും സംഗമവും സംഘടിപ്പിച്ചത്. നിങ്ങളൊരുക്കും ചോരയിലല്ല. മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത്. കായംകുളത്തായിരുന്നു പരിപാടി. മേടമുക്കിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം മുൻ മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോരാടുന്നത്. ഇസ്രായേൽ രാഷ്ട്രമായിട്ട് ഉടനപ്പോൾ 1948 പ്രമേയപ്രകാരം അവർക്ക് ഒരു അവസരം കൊടുത്തു. ജൂതന്മാർക്ക് രാജ്യമില്ല. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കട്ട ഒരു വിഭാഗമാണ് ഈ ജൂതന്മാർ. ഇവിടെ പോരാട്ടം നടക്കുന്ന ജൂതന്മാർക്കെതിരായിട്ടല്ല, അമേരിക്കൻ ഇസ്രായേലി നാസികൾക്കെതിരായിട്ടാണ്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും സവിശേഷമായി ബുദ്ധിയുള്ള ഒരു വിഭാഗമാണ്. വംശീയമായി അവർക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ്. ഷാജി കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അഫ്സൽ ഹാസ്മി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മനസ്സുകളിൽ കൂടിയെത്തുന്നത് 2 രക്തരക്ഷസുകളുടെ ചിത്രങ്ങളാണ്. മുൻപിവിടെ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും മുഖമാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ചില രക്തരക്ഷസുകളുമുണ്ട്. കലാപങ്ങളുടെയും
രക്തച്ചൊരിച്ചലുകളുടെയും അക്രമങ്ങളുടെയും രക്തം പുരണ്ട കൈകളുമായി ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ. താഹ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ, താജുദ്ദീൻ ബാഖവി, മുഹമ്മദ് കാസിമി, അബ്ബാസ് അസ്കരി, ഷംനാദ് മന്നാനി, ഷാഫി മൗലവി, അൽ ഹാഫിസ് അബ്ദുള്ള അസ്ലം, വൈ ഇർഷാദ്, എച്ച് ബഷീർകുട്ടി, ബി അബിൻ ഷാ, എ ജെ ഷാജഹാൻ, മുജീബ് റഹ്മാൻ, മൻസൂർ കായംകുളം, സിയാദ് മണ്ണാമുറി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പേരയം ഗ്രാമപഞ്ചായത്തിലെ കുമ്പളം മൃഗാശുപത്രി ഉപകേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടമാണ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് PC വിഷ്ണുനാഥ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്ത് വികസന പരിപാടി നമ്മൾ ഏൽപ്പിച്ചാലും അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അത് നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതി ശ്രീ അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് ഈ പഞ്ചായത്തിനോട് പ്രത്യേക താല്പര്യമുള്ളത്. നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ട് മാത്രം കാര്യമില്ല, പല ഫണ്ടും അനുവദിച്ചിട്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്, ആ പ്രവർത്തനങ്ങൾ യഥാസമയം നടക്കാതെ പോവുകയോ ചെയ്താൽ ആ പദ്ധതികൾ ഡിലേ ആകും. പദ്ധതികൾ ഡിലേ ആയി കഴിയുമ്പോഴത്തേക്കും MLAയുടെ പെർഫോമൻസിനെയാണ് അത് ബാധിക്കുന്നത്. നമ്മൾ തുക അനുവദിച്ച് പൂർത്തിയായി ബില്ലും കൂടെ മാറിക്കഴിയുമ്പോഴാണ് ഈ വിനിയോഗത്തിൻ്റെ ശതമാനത്തിലേക്ക് അത് വരത്തുള്ളൂ. പൈസ അനുവദിച്ചെന്ന് പറഞ്ഞ് വരത്തില്ല, കരാറ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും വരത്തില്ല. ഇദ്ദേഹം ആനന്ദ് പണി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ പോലും കരുത്തില്ല. ആനന്ദ് പണി പൂർത്തിയാക്കി ആനന്ദിന് ബില്ല് മാറി കാശ് കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ അത് പെർഫോമൻസിൽ അത് വരത്തുള്ളൂ. അതുകൊണ്ട് ഫോളോ അപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ പഞ്ചായത്തിൽ MLA ഫണ്ടിലും തുക അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ തുക അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തുക അനുവദിച്ചിട്ടുണ്ട്. കായിക മേഖലയിൽ ഏതാണ്ട് 1 കോടി രൂപ നമ്മൾ MLA ഫണ്ടിൽ നിന്നും ചെലവഴിച്ച പേരയം പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോവുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സബ് സെന്റർ കുമ്പളം ഉപകേന്ദ്രം ഇത് അനുവദിച്ച കാലം മുതൽ നാളിന്ന് വരെ പല വാർഡ് കെട്ടിടങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മളിവിടെ ഞാൻ കൂടെ ഉൾപ്പെട്ട ഭരണസമിതിയുടെ ഭാഗമായി കഴിഞ്ഞ ടൈമിലാണ് ഇവിടെ സ്ഥലം വാങ്ങിയത്. പിന്നീട് നമ്മുടെ ബഹുമാനായ MLA അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, B സ്റ്റാഫോർഡ്, N ഷേർലി, വിനോദ് പാപ്പച്ചൻ, ആലി ഷാജി, ലതാ ബിജു, Y ചെറുപുഷ്പം, B സുരേഷ്, J സുനിൽ ജോസ്, PG ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ദീപ മേരി, C ഷാജി, മഹേഷ്, ലത, മനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ്. 1 വർഷത്തിന് ശേഷം യുവതി അറസ്റ്റിൽ. ഐരക്കുഴി കൊച്ചുതോട്ടം മുക്ക് സ്വദേശിനി അർച്ചനയാണ് അറസ്റ്റിലായത്. സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ഇവർ പണം നൽകാതെ മുങ്ങിയെന്നും പരാതി. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ മാസം 18-ന് ഔദ്യോഗിക പ്രഖ്യാപനം. മലയോര മേഖലയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി. പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലായിരുന്നു മാർച്ച്. 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ. 1ാം സമ്മാനമായി 25 കോടി ആറ്റുകാലിലെ ഏജൻസി പാലക്കാട് ഓഫീസിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിന് കൊച്ചിയിലാണ് ടിക്കറ്റ് വിറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.